(2025-26) അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ റവറൻ ഫാദർ ഫിലിപ്പ് തയ്യൽ, വികാരി സെന്റ് സേവിയേഴ്സ് പള്ളി വെല്ലൂന്നി. ഉദ്ഘാടകനും മുഖ്യാതിഥിയുമായ പ്രൊഫസർ കെ വി തോമസ്, സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ് ഓഫ് കേരള ഗവൺമെന്റ് ഇൻ ന്യൂഡൽഹി വിത്ത് ക്യാബിനറ്റ് റാങ്ക്. മുഖ്യപ്രഭാഷണം നടത്തുന്ന ശ്രീ വി എൻ വാസവൻ, ദേവസ്വം, സഹകരണ, തുറമുഖ വകുപ്പ് മന്ത്രി. അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന റവറൻ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി, പ്രിൻസിപ്പൽ, കുര്യാക്കോസ് ഏലിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മാന്നാനം. ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ ആനന്ദ് കന്നിക്കാരൻ, ആർഫിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. റവറൻ ഫാദർ റോയ് മാത്യു വടക്കൽ, ചെയർമാൻ എയ്ഡ്. ശ്രീ ജിം അലക്സ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ. റവറൻ ഫാദർ നവീൻ പ്ലാക്കാരിൽ, അസിസ്റ്റന്റ് വികാരി സെന്റ് സേവിയേഴ്സ് പള്ളി വെല്ലൂന്നി. ശ്രീമതി സുനിത ബിനു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ. ശ്രീമതി ലിസമ്മ ജോൺ, വാർഡ് മെമ്പർ. ശ്രീ റോയ് പുതുശ്ശേരി, മുൻ വാർഡ് മെമ്പർ. സമ്മാനദാനം നിർവഹിക്കുന്ന റവറൻ സിസ്റ്റർ ഗ്രേസ് മേരി ചെറിയാൻ, സ്കൂൾ മാനേജർ. നന്ദി അർപ്പിക്കുന്ന ശ്രീ ജേക്കബ് സേവ്യർ, PTA പ്രസിഡന്റ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അടുത്തുനിന്നും അകലിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മഹത് വ്യക്തികളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ. സതീർത്ഥ്യ സ്പെഷ്യൽ സ്കൂളിന്റെ 31ാമത് വാർഷിക റിപ്പോർട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. കഴിഞ്ഞ 31 വർഷങ്ങൾ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് താങ്ങി നടത്തിയതിന് നന്ദി അർപ്പിക്കുന്നു. സതീർത്ഥ്യ സ്കൂളിന്റെ 30ാമത് വാർഷികം 2025 മാർച്ച് 27 4:30 ഈശ്വര പ്രണാമത്തോടെ ആരംഭിച്ച് റവറൻ ഫാദർ ജേക്കബ് അഞ്ചുപങ്കിൽ അധ്യക്ഷത വഹിച്ച് മിസ്റ്റർ റെജി രാമപുരം, മിമിക്രി ആർട്ടിസ്റ്റ്, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് റവറൻ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. റവറൻ ഡോക്ടർ ജയപ്രകാശ് KP, ICH സൂപ്രണ്ട്, ഒളിമ്പിക്സ് വിജയികളെ ആദരിച്ച് ശ്രീമതി ദീപ ജോസഫ്, റവറൻ ഫാദർ ബിബിൻ CMI, ഡോക്ടർ അനിതകുമാരി, ശ്രീ റോയി പുതുശ്ശേരി എന്നിവർ ആശംസകൾ അറിയിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. റവറൻ സിസ്റ്റർ ഗ്രേസ് മേരി ചെറിയാൻ വിവിധ മത്സര വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് മിസ്റ്റർ ജേക്കബ് സേവ്യർ സമ്മേളനത്തിന് നന്ദി പ്രകാശിപ്പിച്ചു, സമുചിതമായി ആഘോഷിച്ചു. 2025-26 അധ്യയന വർഷാരംഭം. 2025-26 അധ്യയന വർഷം ജൂൺ 2 ആരംഭിച്ചു. 12 കുട്ടികൾക്ക് അഡ്മിഷൻ നൽകി. 91 കുട്ടികൾ പരിശീലനം നേടിവരുന്നു. ക്ലാസ് മുറികളും പരിസരവും അലങ്കരിക്കുകയും ബലൂണുകൾ നൽകിയും പ്രവേശനോത്സവം നടത്തി. മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ്, സ്കൂൾ മാനേജർ, വാർഡ് മെമ്പർ, അധ്യാപകർ, മാതാപിതാക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ബ്ലെസ്സിംഗ്. ഈ അധ്യയന വർഷം അനുഗ്രഹപ്രദമാകാൻ ദൈവാനുഗ്രഹം യാചിച്ചുകൊണ്ട് സ്കൂളും ഹോസ്റ്റലും ജൂൺ 10 റവറൻ ഫാദർ ജോസഫ് കളരിക്കൽ വെഞ്ചരിച്ചു. അച്ഛൻ്റെ സ്നേഹത്തിനും അനുഗ്രഹത്തിനും നന്ദി അർപ്പിക്കുന്നു. മാനേജ്മെന്റ്. സതീർത്ഥയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സ്കൂളിന്റെ ആരംഭം മുതൽ മാറി മാറി വരുന്ന മാനേജ്മെന്റുകൾ വളരെ നല്ല രീതിയിൽ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു വരുന്നു. ഇപ്പോൾ ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന റീജിയണൽ സുപ്പീരിയർ റവറൻ സിസ്റ്റർ ഗ്രേസ് മേരി ചെറിയാനെയും കൗൺസിലേഴ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു. തുടർന്നും ഞങ്ങളെ നയിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അധ്യാപകർ. പ്രത്യേക പരിശീലനവും ത്യാഗസന്നദ്ധതയും ഉള്ള അധ്യാപകരും അനധ്യാപകരുമാണ് സതീർത്ഥയുടെ ശക്തിയും ബലവും വിജയവും. കഴിഞ്ഞ വർഷം ഡ്രൈവറായിരുന്ന ലിജോ പി മാത്യു പുതിയ ജോലിക്കായി കടന്നു പോവുകയും പുതിയ ഡ്രൈവറായി മിസ്റ്റർ ഷിബു കെയറിനെ നിയമിക്കുകയും ചെയ്തു. മിസസ് ബിന്ദു ഡാൻസ് ടീച്ചർ പിരിഞ്ഞു പോവുകയും പകരം മിസ്റ്റർ മനോജ് ARനെ നിയമിക്കുകയും ചെയ്തു. അധ്യാപക രക്ഷാകർത്തൃ മീറ്റിംഗ്. കുട്ടികളുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും രക്ഷാകർത്താവും അധ്യാപകരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സാധിക്കൂ. സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളിൽ PTA വളരെ സഹകരിച്ച് പ്രവർത്തിക്കുന്നു. എല്ലാ ടീമുകളും മീറ്റുകൾ നടത്തുകയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നേടുകയും ചെയ്തു വരുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ അധ്യാപകർ ഒരുമിച്ച് കൂടുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. ഗ്രൂപ്പ് ഡിവിഷൻ. അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ പരിശീലനം എളുപ്പമാക്കുന്നതിനായി വ്യക്തിപരമായ ശ്രദ്ധ നൽകുന്നതിനും കുട്ടികളുടെ പ്രായവും കഴിവും അനുസരിച്ച് വിവിധ ഗ്രൂപ്പുകളായി തിരിച്ച് ക്ലാസുകൾ ക്രമീകരിച്ചു. കെയർ ഗ്രൂപ്പ്, പ്രൈമറി, സെക്കൻഡറി, പ്രീ വൊക്കേഷൻ, വൊക്കേഷണൽ 1, 2, 3 എന്നിങ്ങനെ. വർഷാരംഭത്തിൽ തന്നെ അസസ്മെന്റ് നടത്തുകയും ഗോളുകൾ സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ 2 വർഷമായി സംസ്ഥാന സർക്കാർ SCERTയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ എപ്പിക് പഠന പദ്ധതിയാണ് പിന്തുടരുന്നത്. ഫീൽഡ് വർക്ക്.
മധ്യവേനൽ അവധിക്കാലത്ത് കുട്ടികളുടെയും മാതാപിതാക്കളുടെയും വിവരങ്ങൾ അറിയുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പുതിയ കുട്ടികളുണ്ടെങ്കിൽ കണ്ടെത്തുന്നതിനുമായി അധ്യാപകരും അനധ്യാപകരും 2 പേർ വീതം കുട്ടികളുടെ വീടുകൾ സന്ദർശിക്കുകയും പുതിയ വർഷം സ്കൂളിൽ വരാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു വരുന്നു. കായിക രംഗം. സെപ്റ്റംബർ 23-ാം തീയതി ആർപ്പുക്കര ഗ്രാമപഞ്ചായത്ത് ഉയരെ എന്ന പേരിൽ ജ്ഞാനോദയ സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് നടത്തിയ കലാമേളയിൽ നമ്മുടെ 35 കുട്ടികൾ പങ്കെടുത്തു. ഒക്ടോബർ 10-ാം തീയതി ഏറ്റുമാനൂർ SFSൽ വെച്ച് നടന്ന യൂണിഫൈഡ് സ്പോർട്സിലും കലാമേളയിലും നമ്മുടെ 11 കുട്ടികൾ പങ്കെടുത്ു, സമ്മാനങ്ങൾ നേടി. ഒക്ടോബർ 11-ന് YMCA നടത്തിയ ഓൾ കേരള പെയിന്റിംഗ് മത്സരത്തിൽ 15 കുട്ടികൾ പങ്കെടുത്തു. ഒക്ടോബർ 18-ാം തീയതി ലില്ലി ലയൺസ് ക്ലബ് നടത്തിയ ബാഡ്മിന്റൺ മത്സരത്തിൽ നമ്മുടെ 4 കുട്ടികൾ പങ്കെടുത്തു. ആമനോമോൾ ബീച്ചു, ജോയൽ ജോസഫ് എന്നിവർ ഡബിൾസ്, അജിമോൾ സി ബാബു, ജെറിൻ ജേക്കബ് എന്നിവർ സിംഗിൾസിലും പങ്കെടുത്തു. അജിമോൾ സി ബാബു സെമി ഫൈനൽ വരെ എത്തി. നവംബർ 12-ാം തീയതി സേവാഗ്രാം വെട്ടുമുകൾ സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് നടന്ന ജില്ലാ കലോത്സവത്തിൽ ജയമോൾ ജോയി ലളിതഗാനത്തിൽ പങ്കെടുത്തു. ജനുവരി 10-ാം തീയതി ലയൺസ് ക്ലബ് വിസ്മയ എന്ന പേരിൽ പന്തളത്ത് വെച്ച് നടത്തിയ കലാമത്സരത്തിൽ ഗ്രൂപ്പ് ഡാൻസ്, സിംഗിൾ ഡാൻസ്, ഫാൻസി ഡ്രസ്, പെയിന്റിംഗ് എന്നിവയിൽ 20 കുട്ടികൾ പങ്കെടുത്തു. ഫെബ്രുവരി 7-ാം തീയതി ശാന്തിഗിരി കോളേജ് മെടുത്തല ചിറക് എന്ന പേരിൽ നടത്തിയ കലാമത്സരത്തിൽ 18 കുട്ടികൾ പങ്കെടുത്തു, സമ്മാനങ്ങൾ നേടി. ഫെബ്രുവരി 13-ാം തീയതി കോട്ടയം YWCA നടത്തിയ ടാലന്റ് ഷോയിൽ നമ്മുടെ 15 കുട്ടികൾ പങ്കെടുത്തു. ഫെബ്രുവരി 17-ാം തീയതി കോളേജ് മാന്നാനം സോഷ്യൽ വർക്ക് വിഭാഗം നടത്തിയ അവേക് 2026 എന്ന പേരിൽ നടത്തിയ കലാമത്സരത്തിലും എക്സിബിഷനിലും നമ്മുടെ 25 കുട്ടികൾ പങ്കെടുത്തു. എക്സിബിഷന് 3-ാം സ്ഥാനവും ഫാൻസി ഡ്രസ്സിന് 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. ഈ കായിക പ്രകടനങ്ങളെല്ലാം നമ്മുടെ മക്കളെ ഭാഗമാക്കാൻ കൂടെ നടന്ന അധ്യാപകരെയും അനധ്യാപകരെയും അനുമോദിക്കുന്നു. ആഘോഷങ്ങൾ. പരിസ്ഥിതി ദിനം, ഓണം, ക്രിസ്മസ്, പുതുവത്സരം, ശിശുദിനം, അധ്യാപക ദിനം, ജന്മദിനങ്ങൾ, സ്വാതന്ത്ര്യദിനം, വായനാദിനം എന്നിവ ആഘോഷിച്ചു വരുന്നു. പരിസ്ഥിതി ദിനത്തിന് ചെടികൾ നടുകയും ഉള്ള ചെടികൾ വെട്ടിയൊരുക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യദിനാഘോഷത്തിനായി കോട്ടയം റൗണ്ട് ടേബിൾ അംഗങ്ങൾ ഇവിടെ കടന്നു വരികയും പതാക ഉയർത്തുകയും പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്തു. നമ്മുടെ കുട്ടികൾക്കായി 8 തടിക്കച്ചറികൾ സമ്മാനിച്ചു. കടന്നു വന്ന ഓരോ കുടുംബത്തിനും നന്ദി അറിയിക്കുന്നു. ഓണത്തിന് പൂക്കളം ഇടുകയും വിവിധ മത്സരങ്ങൾ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും നടത്തുകയും ചെയ്തു. സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അതിനുശേഷം ഓണസദ്യ ഏവരും ചേർന്ന് ആസ്വദിച്ചു. നവംബർ 14-ന് ശിശുദിനത്തിന് കോളേജ് KC യോജനകൾ ഇവിടെ വരികയും മധുരപലഹാരങ്ങൾ പങ്കിടുകയും വിവിധ കലാപരിപാടികൾ നടത്തി കുട്ടികളെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. ഡിസംബർ 3-ന് ലോക വികലാംഗ ദിനം ആചരിച്ചു. ഡിസംബർ 20-ന് ക്രിസ്മസ് സമുചിതമായി ആഘോഷിച്ചു. ഇൻസ്പെക്ഷൻ. പതിവ് പോലെ ഈ വർഷവും സ്പെഷ്യൽ സ്കൂൾ പാക്കേജിന്റെ ഭാഗമായി ഡിസംബർ 2-ാം തീയതി ഇൻസ്പെക്ഷൻ നടന്നു. കോട്ടയം വെസ്റ്റ് EIO മിസസ് അനിതയും 4 പേർ അടങ്ങുന്ന ടീം സ്കൂൾ സന്ദർശിക്കുകയും എല്ലാ ഫയലുകളും ക്ലാസ് മുറികളും പരിശോധിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. മീറ്റിംഗുകളും സെമിനാറുകളും. ജൂൺ 7-ാം തീയതി SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ നടന്ന സെമിനാറിൽ സിസ്റ്റർ വിൻസി പങ്കെടുത്തു. ജൂലൈ 16-ാം തീയതി ജില്ലാ ലീഗൽ സർവീസ് ഓഫീസർ നിന്ന് കൗൺസിലർ മിസ്സിസ് സേതു പാർവതി, മിസ്റ്റർ KG സതീഷ് എന്നിവർ മാതാപിതാക്കൾക്ക് വേണ്ടി പോസിറ്റീവ് പേരന്റിംഗ് എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ജൂലൈ 18-ന് കോട്ടയം ജില്ലാ സ്പെഷ്യൽ സ്കൂൾ അധ്യാപകരുടെ സംഘടന ഏറ്റുമാനൂർ സാൻജോസ് സ്കൂളിൽ നടന്ന മീറ്റിംഗിലും ചർച്ചയിലും സിസ്റ്റർ വിൻസി പങ്കെടുത്തു. സെപ്റ്റംബർ 10-ാം തീയതി സാൻജോസിൽ വെച്ച് നടന്ന കോട്ടയം ജില്ലാ അധ്യാപക ദിന ആഘോഷത്തിലും സെമിനാറിലും മിസ്സസ് സവിതാമോൾ സതീശൻ, സിസ്റ്റർ ലാൻസി എന്നിവർ പങ്കെടുത്തു. ഒക്ടോബർ 16-ാം തീയതി തിരുവനന്തപുരം അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടന്ന ഗ്രാൻഡ് പാക്കേജിന്റെ ക്ലാസ്സിൽ സിസ്റ്റർ വിൻസി പങ്കെടുത്തു. ഒക്ടോബർ 17-ാം തീയതി BCM കോളേജ് MSW അസിസ്റ്റന്റ് പ്രൊഫസർ മിസ്സസ് അനീന മോൾ സാജി 4 വിദ്യാർത്ഥികളിൽ ചേർന്ന് വ്യക്തിത്വ ശുചിത്വത്തെക്കുറിച്ച് നമ്മുടെ മുതിർന്ന കുട്ടികൾക്ക് ക്ലാസ് നയിച്ചു. ഒക്ടോബർ 20-ന് അധ്യാപക രക്ഷാകർത്തൃ മീറ്റിംഗിന് ശേഷം മിസ്സസ് ഷിബി ജോൺ, ഫാമിലി കൗൺസിലർ, നയിച്ച മോട്ടിവേഷണൽ ക്ലാസ് നടന്നു. നവംബർ 11-ാം തീയതി ചാവറ കൾച്ചറൽ സെന്ററിൽ വെച്ച് നടന്ന ഓൾ കേരള ഇന്റലക്ച്വൽ ഡിസേബിൾ സ്റ്റാഫ് ജനറൽ ബോഡി മീറ്റിംഗിൽ സിസ്റ്റർ വിൻസി പങ്കെടുത്തു. ജനുവരി 3-ാം തീയതി അതിരമ്പുഴ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ വെച്ച് നടന്ന കുട്ടികളുടെ വിരുപാതയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സിൽ സവിതാമ സതീശൻ പങ്കെടുത്തു. സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസ്. ഡിസംബർ 29 മുതൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എൻകറേജ്മെന്റ് ജൻശിർസ്ഥാൻ എന്ന പേരിൽ നമ്മുടെ കുട്ടികൾക്ക് 60 മണിക്കൂർ സ്പെഷ്യൽ ക്ലാസ് നടന്നു. മെഡിക്കൽ ക്യാമ്പുകൾ.
ഹോപ്പ് ഫോർ ഹോപ്പ്ലെസ് എന്ന പേരിൽ ഡോക്ടർ അനിതയും ടീമും 3 മാസം കൂടുമ്പോൾ നടത്തിവരുന്ന ഹോമിയോ ഫ്രീ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടത്തിവരുന്നു. ഇവിടെ കടന്നു വന്ന എല്ലാ ഡോക്ടർമാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. തിരുനാൾ ആഘോഷം. വിശുദ്ധ ഫ്രാൻസിസ് സേവൻ തിരുനാൾ സതീർത്ഥ്യ കൂട്ടുകാർക്ക് എല്ലാ വർഷവും ആനന്ദത്തിന്റെ നാളുകളാണ്. അതിനായി അവർ കാത്തിരിക്കും. ഈ വർഷവും തിരുനാളിന്റെ ഭാഗമായി നടന്ന കലാമേളയിൽ രംഗപൂജ അവതരിപ്പിക്കാൻ അവസരമൊരുക്കി തന്ന വികാരിയച്ഛനും കമ്മിറ്റി അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. വിനോദയാത്ര. ഏപ്രിൽ 8-ാം തീയതി അധ്യാപകർ, സ്കൂൾ മാനേജർ സിസ്റ്റർ ഗ്രേസ് മേരി, സെക്രട്ടറി സിജി ജോസ് എന്നിവരൊപ്പം മാങ്കമട സന്ദർശിച്ചു. എല്ലാവരും എൻജോയ് ചെയ്തു. ഡിസംബർ 18-ാം തീയതി 28 കുട്ടികളും 20 മാതാപിതാക്കളും അധ്യാപകരും ചേർന്ന് കട്ടപ്പന, വാഗമൺ എന്നിവിടങ്ങൾ സന്ദർശിച്ചു. യാത്ര ഏവരും സന്തോഷിച്ചു. സംഭാവനകൾ. പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ ഈ അധ്യയന വർഷത്തിൽ തങ്ങളാൽ ആവും വിധം ചെറുതും വലുതുമായ സംഭാവനകൾ പണമായും പ്രാർത്ഥന വഴിയും ഭക്ഷണമായും എല്ലാം നമ്മുടെ കുട്ടികളെ സഹായിക്കാൻ മനസ്സ് കാണിച്ച എല്ലാ നല്ല മനസ്സുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് 1,00,000 രൂപ ചാവറ സ്കോളർഷിപ്പിനായി വാഗ്ദാനം ചെയ്യുകയും നൽകുകയും ചെയ്ത റവറൻഡ് ഫാദർ ജെയിംസ് മുല്ലശ്ശേരി കെ സ്കൂൾ പ്രിൻസിപ്പലിനും കഴിഞ്ഞ 1 വർഷമായി തങ്ങളുടെ സമ്പത്തിന്റെ ദശാംശം നമ്മുടെ സ്കൂളിൽ നൽകി സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ ജോണി കണ്ണനരയ്ക്കും മറ്റെല്ലാ അഭിനയകാംക്ഷികൾക്കും നന്ദി അറിയിക്കുന്നു. ഇനി അനേകരും സഹായിക്കുവാനുള്ള നല്ല മനസ്സും സമ്പത്തും അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്ദർശനവും പ്രോത്സാഹനവും. ഇന്ന് ആർക്കും ഇല്ലാത്ത ഒന്നാണ് സമയം. ഒരു വ്യക്തിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ നിധി. അത് മറ്റുള്ളവരുമായി ചെലവഴിക്കുന്നതും സന്ദർശിക്കുന്നതും അവരെ എത്രമാത്രം സ്നേഹിക്കുന്നു, വിലമതിക്കുന്നു എന്നാണ്. ഈ അധ്യയന വർഷത്തിന്റെ വിവിധ സമയങ്ങളിൽ പഠനത്തിന്റെ ഭാഗമായി അല്ലാതെയും ഇവിടെ കടന്നു വന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്ത നല്ല മനസ്സുകളെ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകമായി സ്കൂൾ മാനേജർ സിസ്റ്റർ ഗ്രേസ് മേരി ചെറിയാനെയും കൗൺസിലേഴ്സിനെയും വിവിധ പഠനങ്ങളുടെ ഭാഗമായി കടന്നു വന്ന MSW സ്റ്റുഡൻസ്, BEd സ്റ്റുഡൻസ്, NCC സ്റ്റുഡൻസ്, റവറൻഡ് ഫാദർ കുമാർ SDS, മിസ്റ്റർ ജോണി കണ്ണന്തരയും കുടുംബവും തുടങ്ങി അനേകം വ്യക്തികൾ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്കോളർഷിപ്പ്. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷത്തെ സിസ്റ്റർ സിൽവിയ റംഷാൾ സ്കോളർഷിപ്പ് ഫോർ ഓൾ ഓവർ അച്ചീവർ നേടിയിരിക്കുന്നത് ആഷ്ലിൻ ആന്റണിയും, സിസ്റ്റർ ലൂസി മെമ്മോറിയൽ സ്കോളർഷിപ്പ് ഫോർ ബെസ്റ്റ് വൊക്കേഷണൽ സ്റ്റുഡന്റ് നേടിയിരിക്കുന്നത് രമ്യ രവീന്ദ്രനും, ലേറ്റ് പോളിമെറ്റ്ല മരിയദാസ് സ്കോളർഷിപ്പ് ഫോർ കണ്ടിന്യൂസ് അറ്റൻഡൻസ് നേടിയിരിക്കുന്നത് ആന്റണി ജോമോനും, റവറൻഡ് ഫാദർ സേവർ ജെ പുത്തൻകള റൂബി ജമലി മെമ്മോറിയൽ സ്കോളർഷിപ്പ് നേടിയിരിക്കുന്നത് ജയമോൾ ജോയിയും, ലേറ്റ് മിസ്റ്റർ ചെറിയാൻ ചൂരക്കാട്ട് മെമ്മോറിയൽ സ്കോളർഷിപ്പ് ഫോർ ഓൾ ഓവർ ബെസ്റ്റ് പെർഫോമർ നേടിയിരിക്കുന്നത് സ്നേഹ പ്രകാശുമാണ്. വേർപാട് എപ്പോഴും വേദനാജനകമാണ്. എന്നാൽ അത് ആർക്കും ഒഴിവാക്കാനാകാത്തതാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വേർപാട് നാം അനുഭവിക്കുന്നവരാണ്. നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുകയും വിവിധ സമയങ്ങളിൽ ഇവിടെ കടന്നു വരികയും സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന റവറൻഡ് ഫാദർ തോമസ് തടത്തിൽ ജൂലൈ മാസത്തിൽ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു. സെപ്റ്റംബർ മാസത്തിൽ മിസസ് സിജിയുടെ മാതാവ്, ഡിസംബർ 5-ന് നമ്മുടെ മുൻ ഡാൻസ് മാസ്റ്റർ കൃഷ്ണൻകുട്ടി, ജോയ് ജോസഫിന്റെ ഗ്രാൻഡ് ഫാദർ, ഡിസംബർ 12-ന് സിസ്റ്റർ വിൻസിയുടെ സഹോദരൻ, ജനുവരി മാസത്തിൽ നമ്മുടെ ജോയിസ് ജോസഫിന്റെ പ്രിയ മാതാവ് എന്നിവർ നമ്മിൽ നിന്നും വേർപിരിഞ്ഞു. സാധിക്കുന്ന ഇടങ്ങളെല്ലാം അധ്യാപകരും കുട്ടികളും മാതാപിതാക്കളും കടന്നു ചെല്ലുകയും അനുശോചനം അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഓർമ്മ ദിനങ്ങൾ. പല വ്യക്തികളും അവരുടെ പ്രധാന ദിവസങ്ങൾ ഈ മക്കളോടൊപ്പം ആഘോഷിക്കാൻ ഇവിടെ കടന്നു വരാറുണ്ട്. ജന്മദിനങ്ങൾ, വിവാഹ വാർഷികം, മരണവാർഷികം എന്നിവ. കഴിഞ്ഞ 5 വർഷമായി നമ്മുടെ സ്കൂളിൽ നിന്നും വേർപിരിഞ്ഞ അജിമോൻ പൊങ്ങമ്പാറയുടെ ഓർമ്മ ആചരിക്കാൻ ഇവിടെ കടന്നു വരികയും എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും സിസ്റ്റേഴ്സിനും ഭക്ഷണവും സമ്മാനവും നൽകി ആചരിക്കുകയും ചെയ്ത സഹോദരങ്ങളോടും മിസ്റ്റർ സജി കുടുംബം, ഫാദർ ജിലാൽ എന്നിവരെ നന്ദിയോടെ ഓർക്കുന്നു. ദൈവം അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗവൺമെന്റ് പാക്കേജ്. 2024-25 വർഷത്തെ ഗ്രാൻഡ് പാക്കേജ് നമുക്ക് ലഭിച്ചത് 1,16,750 രൂപ മാത്രമാണ്. ഈ വർഷമെങ്കിലും കൂടുതൽ തുക ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉപസംഹാരം. ഓരോ ദിവസവും പുതിയ പ്രതീക്ഷകളുടെയും ചെറുതെങ്കിലും വിലമതിക്കാനാവാത്ത നേട്ടങ്ങളുടെയും കഥകളാൽ സമ്പന്നമായ ഒരു യാത്രയായിരുന്നു ഈ അധ്യയന വർഷം. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ പുഞ്ചിരിയിലും ചെറിയ മുന്നേറ്റങ്ങളിലുമാണ് ഈ വിദ്യാലയത്തിന്റെ യഥാർത്ഥ വിജയങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. കുറവുകൾ ഉണ്ടെങ്കിലും ഓരോ കുഞ്ഞിന്റെയും ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന കഴിവുകളെ കണ്ടെത്തി അവയ്ക്ക് ചിറകുകളേകാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച അധ്യാപകരുടെയും ജീവനക്കാരുടെയും സമർപ്പണം പ്രചോദനാത്മകമാണ്. അതുപോലെ അനന്തമായ സ്നേഹത്തോടും ക്ഷമയോടും കൂടെ കുട്ടികളുടെ കൈപിടിച്ച് കൂടെ ഉണ്ടായിരുന്ന രക്ഷിതാക്കൾ ഈ യാത്രയുടെ ഏറ്റവും വലിയ ശക്തിയാണ്.
ഈ സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും വലയത്തിലാണ് സതീർത്ഥ്യ സ്പെഷ്യൽ സ്കൂൾ ഇന്ന് വളർന്നു നിൽക്കുന്നത്. നമ്മുടെ കുട്ടികൾ ഓരോരുത്തരും സമൂഹത്തിന്റെ പ്രകാശമായി വിരിയുന്ന നാളുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ സ്വപ്നങ്ങൾക്കും സാധ്യതകൾക്കും ചിറകേകാൻ നമുക്ക് ഏവർക്കും കൈകോർക്കാം. ഇനിയും കൂടുതൽ മികച്ച പ്രവർത്തനങ്ങളോടെ മുന്നോട്ടു പോകാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ റിപ്പോർട്ട് അധ്യക്ഷ സമക്ഷം സമർപ്പിക്കുന്നു.